ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് പനിയുടെ പല ഭാവങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഭയങ്കര മൂഡ് ഔട്ട്. അപ്പം മൂങ്കുട്ടൻ പറഞ്ഞു, ബാ ഞാൻ മമ്മിയെ ഒന്ന് മേക്കപ്പ് ചെയ്ത് തരാം. അങ്ങനെ മൂങ്കുട്ടൻ മേക്കപ്പ് ചെയ്ത് തരുന്ന ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പം എനിക്കൊരു പേയ്മെൻറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു കുമരകത്തു നിന്ന്. അപ്പം 4 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് കോള് വന്നേ. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പോകാനിറങ്ങി. അപ്പം ഞാനും വരുന്നു മമ്മി എന്നും പറഞ്ഞ് ചാടി ഇറങ്ങി എൻ്റെ കൂടെ വരിക. ഇന്ന് മൂങ്കുട്ടൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഉച്ചയായപ്പം മൂങ്കുട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ഉച്ചയായപ്പോൾ എനിക്ക് മെയിൽ വന്നു. ഞാൻ അഡ്മിഷൻ ഒരു 3-4 ഭാഗത്ത് ഞാൻ എൻ്റെ അഡ്മിഷൻ്റെ കാര്യം വെറുതെ കൊടുത്തു നോക്കിയതാണ്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അഡ്മിഷൻ ഇവിടെ അടുത്തുനിന്ന് തന്നെ മെയിൽ വന്നു. അങ്ങനെ അപ്പം എനിക്ക് ടെൻഷനായി. ഞാൻ വെറുതെ കൊടുത്തതാണ്, പക്ഷേ ഓക്കെ ആയി വന്നു. ഇനിയാണ് ടെൻഷൻ. മൂങ്കുട്ടനോട് ചോദിച്ചപ്പോൾ മൂങ്കുട്ടൻ അത് കണ്ടപ്പം തൊട്ട് ഭയങ്കര ചാട്ടവും തുള്ളലുമാണ്. എൻ്റെ ടെൻഷൻ മൂങ്കുട്ടൻ +1 ആയി, മൂങ്കുട്ടൻ എങ്ങാനും മാർക്ക് കുറയുമല്ലോ ചെയ്യുമോ എന്നുള്ള ടെൻഷൻ. അപ്പോൾ ഇല്ല മമ്മി, ഒരു കാരണവശാലും മമ്മി പഠിക്കാൻ പോയാൽ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ട് മുതലേ കുറച്ച് ഒരു മൂങ്കുട്ടനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതലേ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, മമ്മിക്ക് പഠിച്ചുകൂടെ അത്. പക്ഷെ അന്നേരമൊന്നും അത് പഠിക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ലായിരുന്നു. പക്ഷെ ഇപ്പം സിറ്റുവേഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് ടെൻഷൻ മൂങ്കുട്ടൻ്റെ പഠിത്തത്തെ ബാധിക്കുമോ എന്നുള്ള ടെൻഷനേ ഉള്ളൂ. ഇത് ഞാൻ വെറുതെ ടൈം പാസിന് ചെയ്യുന്നതാണ്, പക്ഷേ ജസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി. പക്ഷെ മൂങ്കുട്ടൻ അങ്ങനെയല്ല. മൂങ്കുട്ടൻ്റെ ഭാവി ആയില്ലല്ലോ, തുടങ്ങുന്നതല്ല ഉള്ളൂ. അതാണ് ടെൻഷൻ. ഇത് ഞങ്ങൾ കുമരകത്തിന് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് നല്ലൊരു സീനറി കണ്ടപ്പോൾ എടുത്ത, പോപ്പിക്കൊടയുടെ പരസ്യമല്ല, ഞങ്ങളുടെ ഒരു സീനറി കണ്ടപ്പോൾ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു പള്ളി കണ്ടു. പള്ളിയിൽ പ്രാർത്ഥിച്ചു. മൂങ്കുട്ടന് ഇഷ്ടമുള്ള സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പം അതിനൊരുപാട് നന്ദി. എല്ലാത്തിനും ദൈവത്തോടും നന്ദി. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുന്നു. മൂങ്കുട്ടൻ്റെ അഡ്മിഷൻ, എൻ്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടില്ല, അഡ്മിഷൻ്റെ കാര്യവും പഠിത്തമൊന്നും. പക്ഷേ എന്നാലും ഉണ്ട്. അതിൻ്റെ ഒരു ചർച്ചയാണ് ഞാനും മൂങ്കുട്ടനും കൂടെ. ഇത് മമ്മി ഇനിയും LLB പഠിക്കാൻ പോകുമ്പോ ഞാൻ എൻ്റെ പണ്ടത്തെ പകയെല്ലാം തീർത്തിട്ട് ഞാൻ തീർക്കും. മമ്മി പഠിക്കുമ്പോ പക്ഷെ ഞാൻ പണ്ടത്തെ പകയെല്ലാം തീർക്കും. ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാ ടപ്പോന്ന് അടിക്കും ഞാൻ. ടപ്പോന്ന് പണ്ടത്തെ എത്ര അടി അടിച്ചോ അത്ര ഞാൻ എണ്ണി അടിക്കും ഞാൻ.